രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 31ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ എക്യുമെനിസത്തെക്കുറിച്ചുള്ള കമ്മീഷനെക്കുറിച്ചാണ്. വിവിധ കമ്മീഷനുകളെക്കുറിച്ച് പൊതുവായിട്ട് നമ്മൾ സംസാരിച്ചു. എക്യുമെനിസത്തെക്കുറിച്ചുള്ള കമ്മീഷനെക്കുറിച്ച് പ്രത്യേകം സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം എക്യുമെനിസത്തെക്കുറിച്ചുള്ളൊരു കമ്മീഷൻ രൂപീകരിക്കാനായിട്ട് ആരംഭത്തിൽ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് 21 യോഹന്നാൻ മാർപ്പാപ്പായ്ക്ക് ഇങ്ങനൊരു കമ്മീഷൻ കൂടി വേണം എന്ന ചിന്തയുണ്ടായത്. എക്യുമെനിസത്തെക്കുറിച്ചുള്ള കമ്മീഷൻ്റെ പ്രസിഡൻ്റായി മാർപ്പാപ്പ നിയമിച്ചത് ഈശോ സഭക്കാരനും ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയുടെ മുൻ പ്രൊഫസറും ജർമ്മൻകാരനുമായിരുന്ന കർദിനാൾ ബേയാണ്. അദ്ദേഹത്തിൻ്റെ അധ്യാപന കാലമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യകാലത്ത് ഇനി വിശ്രമിക്കാം എന്ന് കരുതിയിരുന്ന നേരത്താണ് ഇങ്ങനെയൊരു കമ്മീഷൻ്റെ പ്രസിഡൻ്റായി മാർപ്പാപ്പ നിയമിക്കുന്നത്. അദ്ദേഹത്തിന് പാഡർബോണിലെ ബിഷപ്പായിരുന്ന ഏഗറിനോടും എവഞ്ചേലിക്കൽ ബിഷപ്പായിരുന്ന സ്റ്റെയിൻലോണും ചേർന്നുകൊണ്ട് ഒരു എവഞ്ചേലിക്കൽ കത്തോലിക്ക എക്യുമെനിക്കൽ ദൈവശാസ്ത്ര സംഘം രൂപീകരിച്ച് പരിചയമുണ്ടായിരുന്നു. ആ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലർക്കും പരിചിതമായിരുന്നു. ആ സംഘം വളരെ ശ്ലാഘനീയമായ സംഭാവനകൾ എക്യുമെനിസൽ പ്രസ്ഥാനത്തിന് നൽകിയിരുന്നു, പിന്നീടും തുടർന്ന് നൽകിക്കൊണ്ടേയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ എക്യുമെനിസം എന്ന വിഷയം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് പൊതുവെ ആരും ഉദ്ദേശിച്ചിരുന്ന എങ്കിൽ പോലും 21 യോഹന്നാൻ മാർപ്പാപ്പ പോലും ആരംഭ സമയത്ത് ഇതൊന്നും അത്ര കൃത്യമായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിലും 1960 ജൂൺ 6 മറ്റ് കമ്മീഷനുകൾ നിയമിച്ച അതേ സമയത്ത് തന്നെ എക്യുമെനിസത്തെക്കുറിച്ചുള്ളൊരു കമ്മീഷൻ നിയമിക്കുകയും കർദിനാൾ ബേയും അതേസമയം തന്നെ എക്യുമെനിസ പ്രസ്ഥാനത്തിനും മറ്റ് മതങ്ങളോടുള്ള നല്ല ബന്ധം പുലർത്തുന്നതിനും മുൻകൈയെടുത്തിരുന്ന വിയന്നയിലെ കർദിനാളായിരുന്ന കർദിനാൾ ക്യോണിക്കിനോടും ചേർന്നുകൊണ്ട്, ക്യോണിക്കിൻ്റെ സംഭാവനകൾ ഈ രംഗത്ത് വളരെ പ്രസിദ്ധമാണ്, ശ്ലാഘനീയമാണ്. കർദിനാൾ ക്യോണിക്കിന് എക്യുമെനിസത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റ് സഭകളെക്കുറിച്ച് മാത്രമല്ല, മറ്റ് മതങ്ങളെക്കുറിച്ചും വളരെ അറിവുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോ ഓറിയൻ്റ് എന്ന പ്രസ്ഥാനത്തോട് ചേർന്നുള്ള സംഭാവനകളൊക്കെ നമുക്കറിയാവുന്നതാണ്, ലോകപ്രസിദ്ധമാണ്. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് കർദിനാൾ ബേയുടെ നേതൃത്വത്തിൽ എക്യുമെനിസം എന്ന വിഷയം കൗൺസിലിൽ ചർച്ചാ വിഷയമാവുകയും കൗൺസിലിൽ എക്യുമെനിസത്തെക്കുറിച്ചുള്ളൊരു പ്രമാണരേഖ തന്നെ പുറപ്പെടുവിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് കൗൺസിലിന് ശേഷം എക്യുമെനിസം സഭയിൽ നൽകിയ ഉണർവ് വളരെ വലുതാണ്. മറ്റ് സഭകളെ പരിഗണിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും കത്തോലിക്കർക്കും കത്തോലിക്ക സഭയ്ക്ക് ഔദ്യോഗികമായിട്ടും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സാധിച്ചു. യൂറോപ്പിലാണെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളോടുള്ള ബന്ധം വളരെ ഹൃദ്യമായി, ദൃഢമായി. ആഗോള സഭാതലത്തിൽ ചിന്തിച്ചാൽ ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ബന്ധവും പിന്നീട് വന്ന എല്ലാ മാർപ്പാപ്പമാരും വളരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കാരണമായി.